റിയാസ് ആവില്ല കേട്ടോ. നയിച്ച് തിന്നാന്നൊക്കെ പറഞ്ഞാൽ വലിയ നായിപ്പിടിച്ച പരിപാടി തന്നെയാണ്. കാരണം എന്താ വെച്ചാലേ ക്ഷീണിച്ചു പോയി, കുഴങ്ങിപ്പോയി. എന്താ കാര്യം വെച്ചാലേ പണ്ടൊക്കെ ചെറുപ്പത്തില് നമ്മളൊക്കെ എത്ര നയിച്ചിരുന്നാണ്. ഇപ്പൊ എന്തെങ്കിലും ഒരു ബാലായിട്ട് നടന്നു കഴിഞ്ഞാല് അവരെ കഥയ്ക്ക് ഭയങ്കര കരുത്ത്. ഒന്നാമെന്ന് വെച്ചാല് വെള്ളച്ചാട്ടം ഒന്നും പറയാല്ല. അതിനെ പറ്റിയിട്ടൊന്നും പറയാൻ വെച്ചാല് നമുക്കൊക്കെ പറയാൻ ചാടി കഴിഞ്ഞപ്പോ തീരുന്നുള്ളതാണ് ഇപ്പൊ ഇതിനെ പറ്റി പറയാനില്ല. ഇവിടെ ചാടിയാൽ എല്ലാ പ്രശ്നങ്ങളും തീരും. പോണ താഴേക്ക് ഏകദേശം 1 മീറ്റർ താഴ്ചയിലേക്കാണ് കുത്തി താഴെ പോയിരിക്കുന്നത്. അതിലൊക്കെ കാലക്കേടിന് എന്തെങ്കിലും അല്ലെങ്കിൽ ഒരാള് വീണുപോയാ അതോടുകൂടി സംഗതി ക്ലീൻ ആവും. അല്ല, കാലക്കേടിന് അവിടെ പോയിട്ട് ചാടണ്ടല്ലോ. കാലക്കേടിന് ചാടാൻ വേറെ ഇഷ്ടംമാതിരി സ്ഥലങ്ങളുണ്ടല്ലോ. ഇത് കാലക്കേട് തീർക്കാൻ വേണ്ടിട്ട്, അതായത് നമ്മളെ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ സിമ്പിൾ അവിടുന്ന് ചാടിയാൽ മതി. എന്നാ ഒരു തീരുമാനമായി കിട്ടും. പിന്നെന്താ വെച്ചാല് ചാടുന്നതിന് ചാടിയാൽ മതി. അറിയൂല, പിന്നെ ഓനൊന്നും അറിയണ്ട. പിന്നെ ബാക്കി ഫയർഫോഴ്സും നാട്ടുകാരൊക്കെ ഓൽക്കാണതിന്റെ ഇടങ്ങാറ് പോയിട്ടുണ്ടാവും. ഭീകരത എന്ന് പറയണ്ട. കാരണം ഒന്നാമെന്ന് വെച്ചാല് ഇത് ഇപ്പൊ തുറമുഖത്തിലേക്ക് അടുക്കുന്നതിന്റെ ഏറ്റവും അവസാനത്തെ അണക്കെട്ടാണ്. അപ്പൊ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഫുള്ള്, അതായത് ഇതിന്റെ പില്ലേഴ്സ് ഒക്കെ എന്ന് പറഞ്ഞാല് എത്രങ്ങാനും സ്ട്രെങ്ത്തിൽ അത് ചെയ്തിട്ടുണ്ട്. അത് വേണല്ലോ. ഇതിന് റെഗുലേറ്റർ കം ബ്രിഡ്ജ് ആണ്. അതായത് പാലും അതിനെ റെഗുലേറ്റർ ചെയ്യുന്ന ബ്രിഡ്ജും കൂടിയാണ്. സാധാരണ ബ്രിഡ്ജ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതല്ല, റെഗുലേറ്റർ കം ബ്രിഡ്ജ് എന്നാ അതിന് പറയാം. ഷട്ടർ തുറക്കും പൂട്ടും. ഇപ്പൊ വെള്ളം കൂടുതലുള്ള സമയത്ത് ഇപ്പൊ തുറന്നിരുന്നത്. അതാണ് ഇത് എപ്പോഴും തുറക്കില്ല. ഇവിടെ ഷട്ടർ പൂട്ടിട്ട് കഴിഞ്ഞാലേ ഇവിടെ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 10 കിലോമീറ്റർ ദൂരെ ഒരു അരീക്കോടറ്റം എത്തുന്നത് വരെ ഇതിന്റെ ആ ഒരു വെള്ളത്തിന്റെ കെട്ട്, അതിന്റെ കയറ്റം അനുഭവപ്പെടും. അതുകൊണ്ട് തന്നെ അവിടെ മുകളിൽ നിന്ന് താഴോട്ട് ശരിക്കുള്ള ഫ്ലോ ശരിക്കും കുറച്ച് നല്ല നമ്മളെ ചൂരൽമലയും ഒരു ബന്ധമില്ല. ചൂരൽമല ശരിക്കും അപ്പുറത്തേക്കാണ് പൊട്ടിപ്പോയത്. അത് ചെറിയ ചാലിയാറാണിത്. ചാലിയാർ വഴി വന്നിട്ടുണ്ട്. അതിന് കുറച്ച് കൈവഴികളിലൂടെ വന്നിട്ടുണ്ട്. എടക്കര ഭാഗത്ത്, നിലമ്പൂര്, ഇടവണ്ണ ആ ഭാഗത്തു കൂടിയൊക്കെ വന്നിട്ടുണ്ട്. അവിടുന്നൊക്കെ കുറച്ച് മനുഷ്യ ശരീരത്തിന്റെ അവശിഷ്ടങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. വെള്ളം ഇതിന്റെ പ്രത്യേകത എന്താ, ഇതിന്റെ ഒരു ഗുണം എന്താണെന്നറിയോ? ഈ ഈ ബ്രിഡ്ജ് ഇവിടെ വന്നതിന് ശേഷം കുംഭം മീന മാസത്തിൽ, അത് ഡിസംബർ, ഈ പ്രദേശത്തൊന്നും പണ്ട് കിണറുകളിൽ വെള്ളം ഉണ്ടായിരുന്നില്ല. ഇത് ഇവിടെ കെട്ടി നിർത്താൻ തുടങ്ങിയതിന് ശേഷം ദൂരെ ഒരു 4-5 കിലോമീറ്ററിന്റെ ഉള്ളിൽ വരെയുള്ള കിണറിലൊക്കെ വെള്ളം ഉണ്ടാവാൻ തുടങ്ങി. കാരണം ഇതിന്റെ കെട്ടി നിർത്തലിൽ നിന്ന് ഉറവായിട്ട് കിണറിലേക്ക് വെള്ളം വരാൻ തുടങ്ങി. പണ്ടൊന്നും വെള്ളത്തിന്റെ ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിരുന്നു. ഇപ്പൊ അതുകൊണ്ട് ഇതിന്റെ പരിസരങ്ങളിലൊക്കെ ഇത് ഊർക്കടവ് എന്നാ പറയുന്നത്. ഊർക്കടവ് ഇതിവിടുന്ന് സംഭവം തന്നെയാണ്. സംഭവം എന്ന് പറയുന്നത് പക്ഷെ ഇതിനൊക്കെ ശരിക്ക് കുറച്ചുകൂടി ടെക്നോളജി കൂട്ടി എനിക്ക് തോന്നുന്നത് വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ പറ്റുന്ന ഫോഴ്സ് ഉണ്ട് ഇതിനൊക്കെ. ഇത് പക്ഷെ അതും കൂടി ഒക്കെ ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അതൊക്കെ ഡെവലപ്പ് ചെയ്യണമെങ്കിലേ പിന്നെ ഇതുകൊണ്ട് എന്താ പറയാ ജീവിച്ചു പോണ എത്ര ആൾക്കാരുണ്ടെന്ന് അറിയാം. ഇപ്പൊ ഒന്നും വേണ്ട, ഇതിന്റെ പരിസരത്ത് മത്സ്യം വിൽക്കുന്ന ആൾക്കാർ എത്ര ഉണ്ട് അറിയാം? മത്സ്യം വിൽക്കുന്ന ആൾക്കാരുണ്ട്. മീൻ പിടിച്ചിട്ട് അങ്ങനെ ഉപജീവന മാർഗം നടത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പൊ കണ്ടോ, നല്ല നല്ല മീൻ, ഇതിന് തൊട്ടടുത്ത് തന്നെ നല്ല ഫ്രഷ് മീൻ കിട്ടും. നേരത്തെ കണ്ടല്ലോ അവിടെ നേരത്തെ ഭയങ്കര റിസ്ക് ആണ്. പക്ഷെ നമുക്കത് കാണുമ്പോ റിസ്ക് തോന്നുകയാണെങ്കിലും നിത്യാഭ്യാസി ആനേനെ എടുക്കുന്ന പറയാ. അപ്പൊ നിത്യേന ചെയ്യുന്ന ആൾക്കാര് ചെയ്യുകയാണെങ്കിലും ജീവിതത്തിൽ രാവിലെ എണീച്ചിട്ട് അങ്ങനെയൊക്കെ നോക്കിയാല് അതങ്ങനെ നോക്കിയാൽ ഇപ്പൊ ഏത് പണിയാ റിയാസ്ക റിസ്ക് ഇല്ലാത്ത? ഏത് പണിയാ റിസ്ക് ഇല്ലാത്ത? പണി എല്ലാരും പണിക്ക് റിസ്ക് ഉണ്ട്. ഒന്നുമില്ലെങ്കിൽ ആ ഓഫീസിലേക്ക് പോണ സമയല്ലേ, ആ ഓഫീസിലേക്ക് പോണ സമയത്ത് ഒരു വണ്ടി എത്തിയാല് അല്ലെങ്കിൽ പോകുമ്പോ ഒരു ബൈക്ക്, ആ ബൈക്ക് മറിഞ്ഞാല്, ബൈക്ക് ഇടിച്ചാൽ ഒക്കെ റിസ്ക് തന്നെയാണ്. അതിനിപ്പോ ഇവിടെ വന്ന് ചാടണമെന്നില്ലല്ലോ. കാണുമ്പോ നമുക്കൊരു ഭീതി തോന്നുന്നില്ലല്ലോ. ഭീതി തോന്നുന്നില്ല. പക്ഷെ നേരത്തെ കണ്ട മീൻ പിടിക്കുന്ന ഇറങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാണുമ്പോ നമുക്കതൊരു ഭീതി ജനിപ്പിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളിപ്പോ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പൊ ഈ കടലിൽ പോണ ആൾക്കാരുടെ അവസ്ഥ എന്താവും? അതിനേക്കാളും വലിയ കടലില് അറ്റം കാണാത്ത സ്ഥലത്തേക്ക് ഒരു തോണി കൊണ്ടാണ് പോവാണ്. 1-2 ദിവസം കഴിഞ്ഞിട്ട് വരുന്ന തോണിക്കാർ വരെ ഉണ്ടെന്നാണ് ഞാൻ കേട്ടത്.
തോണി എനിക്ക് തോന്നുന്നു, അതായത് രാവിലെ പോയിട്ട് വൈകുന്നേരം വരും. രാവിലെ പോയിട്ടല്ല, രാവിലെ പോയി രാത്രി വരുന്നതാണ് അധികം. ഒരു 24 മണിക്കൂറിനുള്ളിൽ അതന്നെ ബോട്ടുകളാണ് വലിയ ബോട്ട് എടുത്തിട്ട് അതെ അതെ അതെ. കാരണം ചെയ്യാനുള്ള ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ എല്ലാ കാലവർഷത്തിലും നല്ല നല്ല മീനുകളും ഞണ്ടുകളൊക്കെ ഉണ്ടാവും ഇതിനകത്തുണ്ടാവും. നല്ല പിന്നെ ഉണ്ടാവും. അല്ല, ഓരോ കാലവർഷം കഴിയുമ്പോഴും എത്ര മുക്കുവന്മാര് കടലിൽ പെട്ട് മരിച്ചു പോകുന്നുണ്ടെന്ന് അറിയോ? എത്ര ആൾക്കാർ മരിച്ചു പോകുന്നുണ്ട്. നമ്മളിപ്പോ അവിടുന്ന് മീൻ വാങ്ങുമ്പോ വില വേശും 100 500. റിസ്കിന്റെ ഫാക്ടർ നോക്കുമ്പോൾ എത്ര വില നമ്മൾ കൊടുക്കേണ്ടി വരും? എത്ര ഒരാളുടെ കൊടുത്താൽ മതിയല്ലോ, ഒരാളുടെ ജീവന്റെ വില നമ്മളാ കൊടുക്കുന്നത്. പക്ഷെ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കുന്ന വേറെ കാര്യം രേസ്ക, ഈ മീൻ പിടിക്കുന്ന റിസ്ക് എടുക്കുന്ന മീൻ പിടിച്ച ആൾക്കാർക്കല്ല അതിന്റെ അതിന്റെ ബെനിഫിറ്റ് അല്ലെ ലാഭം കിട്ടുന്നത്. ഇതിന്റെ ഇടനിലക്കാർക്കാണ് അതിന്റെ ലാഭം മുഴുവൻ. അതിപ്പോ ഒരു വേറെ കാര്യമാണ്. അതൊരു കർഷകന്മാരുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിലേ, ഒരു വാഴ ഉണ്ടാക്കുന്ന കൃഷിക്കാരൻ, ആ കൃഷിക്കാരന് കിട്ടുന്നതിലേറെ അതിന്റെ ഹോൾസെയിലുകാരന്, അതിന് മീഡിയേറ്റർ ആയിട്ട് നിൽക്കുന്ന ഒരു ബ്രോക്കർ അല്ലെങ്കിൽ ദല്ലാള്, അവർക്കാണ് അതിന്റെ ലാഭം മുഴുവൻ കിട്ടുന്നത്. പ്രകൃതി അങ്ങനെ കുറെ ആൾക്കാർ ബിസിനസ് അങ്ങനെ, അതിന്റെ സ്ട്രക്ചർ അങ്ങനെ. അപ്പൊ അതായത് അവർക്ക് റിസ്ക് ഒന്നുമില്ല. അവർ എത്ര സാധനം ഉണ്ടെങ്കിലും ഇപ്പൊ അവര് ഒരുമിച്ചാണ് എടുക്കും. ചീഞ്ഞാലും പോയാലും വന്നാലും അവർക്ക് ഫിനാൻസ് ആണ്. ഇവിടെ ഫിനാൻസ് ആണ് റിസ്ക്. ഡെഡായി പോയി പിടിക്കുന്ന സമയത്ത് ഓരോ ലൈഫ് വെച്ചിട്ടോ മീൻ പിടിക്കുന്നത്. ലക്ഷങ്ങളും കോടികളും ചെലവാക്കിയിട്ട് ഈ ഒരു സാധനം സ്റ്റോക്ക് വാങ്ങി മാർക്കറ്റിൽ വിറ്റിട്ടില്ല എങ്കിൽ മൊത്തം പോയില്ലേ? അങ്ങനെയൊക്കെ റിസ്ക് ഉണ്ട്. റിസ്ക് അല്ല അപ്പൊ എനിക്ക് അതിന്റേതായ റിസ്ക് ഉണ്ട്. ചിലർ ജീവന് റിസ്ക് കൊടുക്കുമ്പോ ചിലർ ഫിനാൻഷ്യലി റിസ്ക് കൊടുക്കും, ലൈഫിന് റിസ്ക് കൊടുക്കുമ്പോ അങ്ങനെ പല രീതിയിലും ഫിനാൻഷ്യലി റിസ്ക് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. റിസ്ക് തന്നെ എന്തായാലും. ഇപ്പോഴത്തെ കാലത്തൊക്കെ, പണ്ടത്തെ കാലത്തൊക്കെ എങ്ങനെയെങ്കിലൊക്കെ തട്ടിമുട്ടി പോയിരുന്നു. പണ്ടത്തെ കാലത്ത് തട്ടിമുട്ടി പോണ പരിപാടിയൊന്നും ഇല്ല. സാധാരണക്കാരനാണെങ്കിൽ രണ്ടാളും ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകണം. എന്നിട്ട് തന്നെ ജീവിതം തികയുന്നില്ല. കാരണം രണ്ടറ്റം മുട്ടിക്കാൻ വേണ്ടി രാവും പകലും അധ്വാനിക്കുന്ന ഇടത്തരക്കാരെന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ വളരെ വിഷമിക്കുന്ന ഒരു കാലഘട്ടം. ഇനി ഇവിടുത്തെ അങ്ങോട്ടുള്ള കാലഘട്ടം ഈ ഇടത്തരം ഉണ്ടാവില്ല എന്നുള്ള വലിയ ഫിനാൻഷ്യൽ മോണിറ്റൈസർ ആൾക്കാർ പറഞ്ഞത്. ഇടത്തരം ഉണ്ടാവില്ല, രണ്ട് തട്ടാണ്. ഒന്നുകിൽ ഒന്നും ഇല്ലാത്തവൻ അല്ലെങ്കിൽ പണക്കാരൻ. ഇത് രണ്ട് തട്ടായിട്ട് പറയും. നമ്മളൊക്കെ പണ്ടൊക്കെ ഇടത്തരം കുടുംബം എന്ന് പറയും. ഈ ഇടത്തരം കുടുംബം ഉണ്ടാവില്ല. അതാണ് ഇനിയിപ്പോ അടുത്തൊരു അവസ്ഥ. എന്തായാലും വല്ലാത്തൊരു കഥ തന്നെ.